നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡിൻ്റെ രാജി അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയാനാവില്ല. മിക്കവർക്കും ഒരു സൂചനയോ സന്ദേഹമോ ഉണ്ടായിരുന്നു കുറേ കാലമായി. ഈ അഡ്മിനിസ്ട്രേഷനിൽ തുളസി ഗബാർഡ് ഒരു മിസ്ഫിറ്റാണ്, അവർ ഈ ഒത്തുപോകുന്നില്ല. വൈറ്റ് ഹൗസിൻ്റെ പല പരിപാടികളിലും അവരെ കാണാനില്ലായിരുന്നു. സുപ്രധാനമായ കാര്യങ്ങളിലൊന്നും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ നിലപാടുകളും വ്യക്തമല്ലായിരുന്നു. വെനസ്വേലയിലെ ആക്രമണം, ഇറാനിൻ്റെ ആക്രമണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാഷണൽ ഇൻ്റലിജൻസ് 18 ഏജൻസികളുടെ സമാഹാരമാണ് ഈ നാഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അവരെ അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ വലിയ അധികാരങ്ങളുള്ള വ്യക്തിയാണ്. പക്ഷേ അവരെ ആ രംഗങ്ങളിലൊന്നും കാണാറില്ലായിരുന്നു. പിന്നെ അതിന് പകരം CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, അതുപോലെ തന്നെ FBI ഡയറക്ടർ കാഷ് പട്ടേൽ അത്രയധികം ഇല്ലായിരുന്നു. എങ്കിൽ കൂടി CIAക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ തുളസി ഗബാർഡിൻ്റെ സ്ഥാനഭ്രംശം അധികം വൈകില്ല എന്ന് എല്ലാവരും തന്നെ കരുതിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചപ്പോൾ തുളസി ഗബാർഡ് രാജിവെക്കുകയാണ് ചെയ്തത്. രാജിക്കത്തിൽ അവർ പറയുന്നത് അവരുടെ ഭർത്താവ് എബ്രഹാം 11 വർഷമായി അവർ വിവാഹിതരായിട്ട്, അപ്പോൾ അദ്ദേഹം കടുത്ത ബോൺ ക്യാൻസർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്ഥിയെ ബാധിക്കുന്ന ക്യാൻസർ, അത് കടുത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ വലിയ വണ്ടർഫുൾ പങ്കാളിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അപ്പോൾ ആ സമയത്ത് താനിങ്ങനെ പൊതുസേവനത്തിന് മുഴുകിയിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് രാജിവെക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അതിപ്പം ഈ രാജിവെക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്ക് വീണ്ടും നിയമിക്കാത്തവരൊക്കെ പറയുന്ന ഒരു സാധാരണ വിശദീകരണമാണിത് മിക്കപ്പോഴും. എന്നെ ഇനി കൂടുതൽ സമയം വീട്ടുകാരുമായിട്ട് വീട്ടുകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ഇനി ഞാൻ ഈ രംഗത്തേക്കില്ല എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടും ജോലിക്ക് വിളിച്ചില്ല എന്നാണ് അർത്ഥം പലപ്പോഴും. ഇതിപ്പോൾ എന്തായാലും ഇവർ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ പ്രസിഡന്റ് രാജി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു വണ്ടർഫുൾ സേവനമാണ് ഇത്രയും കാലം അനുഷ്ഠിച്ചതെന്നൊക്കെ പറയുകയും ചെയ്തു. അവരുടെ ഭർത്താവിൻ്റെ രോഗവിമുക്തി പെട്ടെന്നുണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥയിൽ തുളസി ഗബാർഡിൻ്റെ രാജിയിൽ അതിശയിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഭംഗിവാക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തുളസി ഗബാർഡിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസ്സിലെ ആദ്യത്തെ ഹിന്ദു അംഗമാണ് അവർ. ഹവായിയിൽ നിന്നാണ് അവർ വരുന്നത്. പക്ഷേ ഇന്ത്യക്കാരിയല്ല, ഹവായി നേറ്റീവാണ്. ഹവായി അവിടെ നേറ്റീവ് വംശജയാണ്. അപ്പോൾ അവരുടെ അമ്മ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഹിന്ദുമതത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ജന്മനാ തന്നെ ഇവരും ഹിന്ദുവായിരുന്നു. അപ്പോൾ ഹൈന്ദവ വിശ്വാസമുള്ള ഒരാൾ ആദ്യമായിട്ട് ഈ കോൺഗ്രസ്സിൽ അംഗമായത് നമ്മൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. പിന്നീട് അവർ കുറേ വർഷങ്ങൾ കോൺഗ്രസ്സിൽ അംഗമായിരുന്നു. പിന്നീട് ഗവൺമെൻറ് 2020 പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്ന് മത്സരിച്ച് നോക്കി, അവിടെ രക്ഷപ്പെട്ടില്ല. 2024 ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യം തുടക്കത്തിലൊരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യം അവർ ഡെമോക്രാറ്റായിരുന്നു, പിന്നെ ട്രംപിൻ്റെ പക്ഷത്തേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഡെമോക്രാറ്റായിരുന്ന അവർ പിന്മാറാൻ ഉള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് രാജ്യങ്ങളിൽ ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി റെജീം ചേഞ്ച്, അതിനു വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി യുദ്ധം ചെയ്യുന്നതിന് അവർ അനുകൂലിച്ചില്ല. വിദേശ രാജ്യങ്ങളിലൊന്നും യുദ്ധവും ഇങ്ങനെയുള്ള കാര്യങ്ങളും പാടില്ല എന്നുള്ള നിലപാടായിരുന്നു അവർ. ട്രംപും ആ നിലപാടാണ്. ആദ്യത്തെ ടൈമിൽ അതേ നിലപാടായിരുന്നു. ആ നിലപാടിൽ തന്നെ ആയിരിക്കും ഇപ്രാവശ്യമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവർ ആർമിയിൽ മേജറായിരുന്നു. അപ്പോൾ ആർമിയിൽ മേജർ എന്ന നിലയിൽ ഇവർ യുദ്ധരംഗത്ത് 2 വട്ടമോ 3 വട്ടമോ ഇവർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ പിന്നെ യുദ്ധം വേണ്ട എന്ന് പറയുന്നവരാണ്. അത് നമുക്ക് അതിശയമായിട്ട് തോന്നും. കാരണം അവരാണ് ചാകുകയും കൊല്ലുകയും ഈ അംഗഭംഗം വരികയൊക്കെ ചെയ്യുന്നവർ. യുദ്ധം ചെയ്യാൻ ഉത്തരവിടുന്ന ആൾക്ക് 60-70 വയസ്സായിരിക്കും. യുദ്ധത്തിൽ ചാകുന്നവർക്ക് 20-21 വയസ്സ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ യുദ്ധരംഗത്ത് പോകുന്നവർക്ക് ആ യുദ്ധത്തോടൊരു താല്പര്യവുമില്ല, ഇഷ്ടമില്ല. നമ്മളത് നേരത്തെ ജനറൽ കോളിൻ പവൽ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ നമ്മളത് കണ്ടതാണ്. അദ്ദേഹവും നിങ്ങൾ ഈ യുദ്ധത്തെപ്പറ്റിയൊക്കെ പറയുന്നു, പക്ഷേ ആ യുദ്ധം ചെയ്യുന്നവർക്ക് അതിൻ്റെ വിഷമതകളും ബുദ്ധിമുട്ടുകളും അറിയുള്ളൂ എന്നും പറഞ്ഞ് അദ്ദേഹവും അന്ന് അതിനെതിരെ രംഗത്ത് വന്നത് ഓർക്കുന്നു. അപ്പോൾ ആ യുദ്ധത്തോട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇറാൻ യുദ്ധത്തോട് ഈ തുളസി ഗബാർഡിന് മാനസികമായിട്ട് ഐക്യമില്ല. ആ ഒരു നിലപാടിനോട് താല്പര്യവുമില്ല. ഒരു റെജീം ചേഞ്ചിന് വേണ്ടി, ഭരണമാറ്റത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി നമ്മുടെ ആളുകൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. ട്രംപിൻ്റെ നിലപാടും അതായിരുന്നു ആദ്യകാലത്ത്. എന്തായാലും ഈ പ്രാവശ്യം അത് മാറി. വെനസ്വേലയിലും ഇറാനിലും നമ്മൾ ആ മാറ്റം കാണുകയുണ്ടായി.
ഇനിയിപ്പം ഗ്രീൻലാൻഡ് പിടിച്ചടക്കാനുമൊക്കെ ശ്രമം ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, അപ്പോൾ ഇത് അങ്ങനെ ഒരു നയപരമായ മാറ്റങ്ങൾ, മാനസികമായിട്ടൊരു അടുപ്പം അവർക്ക് ഉണ്ടായിരുന്നില്ല ഈ ഭരണത്തോട്. അപ്പം സ്വാഭാവികമായിട്ടും അവർ പിരിയുന്നതിൽ തെറ്റില്ല, കാരണം ഇഷ്ടമില്ലാത്തൊരു സ്ഥാനത്തിരിക്കുന്നതിൽ ശരിയുമല്ലല്ലോ. അപ്പോൾ അത് അവരുടെ ഭർത്താവിൻ്റെ രോഗം ഒരു പ്രധാനപ്പെട്ട കാരണവുമായി വരികയും ചെയ്തു. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ക്യാബിനറ്റിൽ നിന്ന് ഇപ്പം 4-മത്തെ ആളാണ് പോകുന്നത്. 4 പേരും വനിതകളാണെന്നുള്ളതാണ് അതിശയകരമായൊരു കാര്യം. അറ്റോർണി ജനറൽ പാം ബോണ്ടി, ഇനി ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റീൻ നോം, പിന്നെ ലേബർ സെക്രട്ടറി ലോറി ഷാവസ്, ഇവരെല്ലാം വനിതകളായിരുന്നു. ഇപ്പം ഇതാ 4-മത്തെ വനിത പോയിരിക്കുന്നു. ഇനിയിപ്പം ആകപ്പാടെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ക്യാബിനറ്റ് റാങ്കിൽ അവശേഷിക്കുന്ന ഒരു വ്യക്തി FBI ഡയറക്ടർ കാഷ് പട്ടേലാണ്. അദ്ദേഹം ഇനി എത്ര കാലം അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയും ധാരാളം വിമർശനങ്ങളും ആക്ഷേപങ്ങളും പിന്നെ എല്ലാമുണ്ട്. അറ്റാക്കുകൾ, റേസിസ്റ്റ് അറ്റാക്കുകൾ, വർഗീയവാദികളുടെ ഒരു ടാർഗറ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹവും എത്ര കാലം ആ സ്ഥാനത്തുണ്ടാകുമെന്ന് നമുക്കറിഞ്ഞുകൂടെ. എന്തായാലും തുളസി ഗബാർഡിൻ്റെ പിന്നെ ഹസ്ബൻഡ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു ഹിന്ദു എന്ന നിലയിൽ ഇന്ത്യക്കാരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അവർ. അപ്പോൾ ആ സ്ഥിതിയിൽ നമുക്കെല്ലാം അവരോട് പ്രത്യേക ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റമുണ്ടാവട്ടെ, അവരിനിയും പൊതുരംഗത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.